ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫേസ്ബുക്കിനകത്ത് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നാണ്. നമുക്ക് യൂട്യൂബിനകത്ത് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം നേടുന്ന പോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് വരുമാനം നേടാൻ സാധിക്കും. പക്ഷെ പലർക്കും ഫേസ്ബുക്കിനകത്ത് കറക്റ്റായ രീതിയിൽ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിനകത്ത് SEO എങ്ങനെയാണ് ചെയ്യേണ്ടത്, മെറ്റാഡാറ്റ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, തമ്മിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ അത് എങ്ങനെ കൊടുക്കാമെന്നാണ് ഈ വീഡിയോ കാണിച്ചിരുന്നത്. നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോണിനകത്ത് ഗൂഗിൾ ക്രോം ബ്രൗസറിനകത്ത് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് കാണിക്കുന്നത്. എനിക്ക് വീഡിയോ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നതിന്റെ സൗകര്യത്തിന് നിങ്ങൾക്കത് കുറച്ച് ക്ലിയർ ആയിട്ട് വലുതായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഗൂഗിൾ ക്രോമിനകത്തോ മറ്റോ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കിയിട്ട് ഓപ്പൺ ചെയ്തതിന് ഞാൻ കാണിക്കുന്ന അതേ വിൻഡോനെ നിങ്ങളുടെ മൊബൈലിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ഫേസ്ബുക്കിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മോണിറ്റൈസ് ചെയ്ത് ഏണിങ്സ് നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്രൊഫൈലല്ല, ഫേസ്ബുക്ക് പേജാണ്. നമ്മുടെ ഫേസ്ബുക്ക് അതിൻ്റെ മുകളിലത്തെ ആ ഒരു റൗണ്ട് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാം. നമ്മുടെ പ്രൊഫൈലിലേക്കും നമ്മുടെ പേജിലേക്കും സ്വിച്ച് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജുകളൊക്കെ ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു പേജാണ്. എൻ്റെ പേജിൻ്റെ ഹോം പേജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമുക്കിവിടെ പേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ, വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതുപോലെ റീൽ അപ്ലോഡ് ചെയ്യാം, ലൈവ് പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രൊഫൈലിൻ്റെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പേജിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഫോട്ടോയും വീഡിയോയും ഇതുവഴി അല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഇടതുവശത്ത് താഴെ വരുമ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്കറിയാം യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ഫേസ്ബുക്കിനകത്ത് വരുമ്പോൾ ഈ ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ മുകളിലായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ കാണിക്കത്തുള്ളൂ. ഇൻസ്റ്റ ആണെങ്കിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ആണെങ്കിൽ അത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഞാനിപ്പോൾ രണ്ടും ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കുന്നത്. രണ്ടും ഈ ഒരു ഐഡിയിൽ തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. മുകളിലായി ക്രിയേറ്റ് പോസ്റ്റർ ഉണ്ട്, അതുപോലെ റീല് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലൈവ് പോകാൻ പറ്റും. യൂട്യൂബിന് ഫേസ്ബുക്കിനകത്തേക്കും ഇൻസ്റ്റാഗ്രാമിനകത്തേക്കും ലൈവ് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് എത്ര, ഇൻസ്റ്റ ഫോളോവേഴ്സ് എത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോർ എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡുകൾ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ബൾക്കായിട്ട് റീലുകൾ, ഇപ്പോൾ ഒന്നിലധികം റീലുകളൊക്കെ ഒരുമിച്ചൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം, ഒന്നിലധികം വീഡിയോകളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യണം, അതിനൊക്കെയുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതിപ്പോൾ തൽക്കാലം എടുക്കേണ്ടതില്ല. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മുടെ പേജിനകത്ത് വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ബാക്കി ഓപ്ഷനുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ദിവസം നോക്കാം. ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതിനകത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റീല് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് റീല് കൊടുക്കാം. സാധാരണ റീലൊക്കെ എല്ലാവരും ഫോൺ വഴിയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ലോങ് വീഡിയോസാണ് നമ്മൾ ഇതുവഴി ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എടുക്കുന്ന സമയത്ത് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോസ്റ്റ് 2 എന്ന ഭാഗത്ത് ഇത് ഏതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ഫേസ്ബുക്ക് പേജുകളും ഒന്നിലധികം ഇൻസ്റ്റ ID ഒക്കെ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരെണ്ണമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരെണ്ണമേ കാണിച്ചിട്ടുണ്ടാവത്തുള്ളൂ. അതിനകത്ത് ഏതിനകത്തേക്കൊക്കെ പോകണം, അപ്ലോഡ് ആവണം എന്നാണ് ചോദിക്കുന്നത്. ഒരേ സമയം നമുക്ക് ഇൻസ്റ്റയ്ക്കകത്തും ഫേസ്ബുക്കിനകത്തേക്കും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നമുക്ക് നൽകുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിനകത്തേക്ക് മാത്രം എനിക്ക് പോയാൽ മതിയെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മാത്രം ടിക്ക് കൊടുത്തിട്ട് മറ്റേ ടിക്ക് ഓഫ് ആക്കുന്നു. അതുകൊണ്ട് നമ്മൾ അഡ്മിനായിട്ടുള്ള മറ്റേ ഗ്രൂപ്പുകളിനകത്തൊക്കെ ഇത് പോകണമെങ്കിലും ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. ഇനി മീഡിയ എന്ന ഭാഗത്ത് വന്നിട്ട് അവിടെ നമുക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം, വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വീഡിയോ ആണ് കൊടുക്കുന്നത്. അപ്ലോഡ് ഫ്രം ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു വീഡിയോ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ വന്നിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സേവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ വരുമ്പോഴത്തേക്കും പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ്, അതായത് കുറച്ചധികം മെറ്റാ ഡാറ്റ, നമ്മുടെ വീഡിയോ സംബന്ധിച്ചുള്ള കുറച്ചധികം മെറ്റാ ഡാറ്റയാണ് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഒന്നാമത്തേത് വീഡിയോ ടൈറ്റിലാണ്. അതായത്
നമുക്കിവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജ് വേണോ കൊടുക്കാം. ഇവിടെ കൊടുക്കുന്ന ടൈറ്റിലിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിനകത്താരും വീഡിയോ സെർച്ച് ചെയ്തൊന്നും വരുന്നതല്ല, നമ്മൾ അല്ലാതെയൊക്കെ റെക്കമെൻഡ് ചെയ്ത് വരുന്നതോ അല്ലെങ്കിൽ ഷെയർ ചെയ്തൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ മാത്രമാണ് ഇതിൻ്റെ വ്യൂസ് കിട്ടുന്നത്. അല്ലാണ്ട് ആരും ഫേസ്ബുക്കിൽ കയറിയിട്ട് യൂട്യൂബ് പോലെ സെർച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലാത്തതുകൊണ്ട് തന്നെ മെറ്റാഡാറ്റയ്ക്ക് ഇവിടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഞാനൊരു വീഡിയോ ടൈറ്റിൽ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ എളുപ്പ വഴി എന്നുള്ള ആ ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തു. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഇത് തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ തമ്പനെയിലാണ്. തമ്പനെയിൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വീഡിയോയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിവിടെ അപ്ലോഡ് ഇമേജ് കൊടുക്കാം. അപ്ലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള തമ്പനെയിൽ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് വെച്ചിട്ടുള്ള ഒരു തമ്പനെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒപ്റ്റിമൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. അത് ആവശ്യമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയുമാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് നമുക്ക് ഹാഷ് ടാഗുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഹാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാഷ് ടാഗുകൾ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് നമുക്ക് ഇവിടെ മലയാളം ടൈപ്പിംഗ് സെർച്ച് ചെയ്യണം. മലയാളം ടൈപ്പിംഗ് സെർച്ച് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാഷ് ടാഗുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതെല്ലാം അതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് കൊടുക്കാം. ആഡ് കൊടുക്കുമ്പോൾ ആ ഹാഷ് ടാഗ് എല്ലാം അവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ മാനുവൽ ടൈപ്പ് ചെയ്യേണ്ടതില്ല. ആ ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹാഷ് ടാഗുകൾ വരും. അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത്രേ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഒപ്റ്റിമൈസിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ഷെയർ എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ ചെക്കിംഗ് വീഡിയോ എന്നുണ്ട്. നമുക്ക് വീഡിയോ എന്തെങ്കിലും കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉള്ള വീഡിയോ ആണോ എന്നുള്ളത് അവർ തന്നെ ചെക്ക് ചെയ്തിട്ട് പറയും. അത് 100% ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും കോപ്പിറൈറ്റ് കണ്ടന്റ് വാസ് നോട്ട് ഡിറ്റക്റ്റഡ് ഇൻ യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതെപ്പോഴും 100% ആയി കോപ്പിറൈറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ എനേബിൾ അലോ അതർ പേജ് ടു പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റ് പേജുകളിനകത്തേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റ് പേജുകളുണ്ടെങ്കിൽ ആ പേജുകളിനകത്തേക്ക് കൂടി ഇത് പോസ്റ്റ് ചെയ്യുന്ന സംവിധാനമൊക്കെയാണ്. അതൊക്കെ ആവശ്യമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. സേവ് ആസ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീയതിയും സമയവും ഒക്കെ കൊടുത്തിട്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. നമ്മൾ ആ പറയുന്ന ആ ഒരു സമയത്ത് അത് പബ്ലിഷ് ആകുന്നതായിരിക്കും. അല്ല നമ്മൾ ഷെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ തന്നെ പബ്ലിഷ് ആകുന്നതായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും ഉടനെ ഇത് പബ്ലിഷ് കൊടുക്കുന്നില്ല. കാരണം ഞാനിത് സേവ് കൊടുക്കുകയാണ് തൽക്കാലം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ നോ കൊടുത്തിട്ട് ഷെയർ കൊടുക്കാവുന്നതാണ്. ഞാൻ തൽക്കാലം ഇത് ഡ്രാഫ്റ്റിനകത്തേക്ക് സേവ് ചെയ്തിട്ടേക്കാണ്. നമ്മുടെ ഡ്രാഫ്റ്റായി കിടക്കുമ്പോൾ നമുക്ക് സൗകര്യപൂർവ്വം അത് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തിട്ട് ആ ഡ്രാഫ്റ്റൊക്കെ എവിടെ കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വന്നിട്ട് സൈഡിൽ കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഡ്രാഫ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൊടുത്ത വീഡിയോ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് നൗ കൊടുക്കാം. അതല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ്ബുക്കിനകത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്.